നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഒരു സ്ട്രാറ്റജി നമുക്കൊരു കോഴ്സായിട്ട് ചെയ്താലോ, ടോട്ടലി ഫ്രീ ആയിട്ട് നമുക്കത് ചെയ്യാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, എത്ര പേരുണ്ടെന്ന് അറിഞ്ഞിട്ട് ഒരു 10ലധികം ആൾക്കാരുണ്ടെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യാം എന്നാണ് നമ്മൾ കരുതിയിരുന്നത്. അപ്പോൾ കുറച്ചധികം പേരുടെ അത് വേണം എന്നൊരു റിക്വസ്റ്റ് കമൻറ്റിലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ദാറ്റ് എന്തായാലും ആ ഒരു സ്ട്രാറ്റജി ക്ലാസ് നമ്മൾ ഓഗസ്റ്റ് 15 ശേഷം നടത്താം എന്നൊരു തീരുമാനത്തിലാണ് ഉണ്ടായിരുന്നത്. എന്നിരുന്നാൽ പോലും അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ, അതെങ്ങനെ ചെയ്യണം എന്ന രീതിയിൽ നമുക്കുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നമ്മളിപ്പോൾ ചെയ്യേണ്ട ഒരു ഫോമാറ്റ് നമ്മുടെ മൈൻഡിലുള്ളത് അത് നിങ്ങളോട് നമ്മൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഷെയർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത് കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ നമുക്കൊന്ന് അറിയേണ്ടതുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് സംസാരിക്കുന്നുണ്ടാകും. ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും നോക്കാൻ പോകുന്ന കമൻറ്റിലും അതുപോലെ തന്നെ നമ്മളോട് വിളിച്ച് സംസാരിച്ച കുറച്ച് ആൾക്കാരും പ്രധാനമായിട്ടും ആവശ്യപ്പെട്ട ഒരു കാര്യം, അത് നമ്മുടെ ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് വെച്ചിട്ട് ഒരു റിവേഴ്സൽ ട്രേഡ് സ്റ്റൈലാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ കണ്ടെത്താം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ഒട്ടനവധി സ്ട്രാറ്റജികളിൽ ഒരു സ്ട്രാറ്റജി മാത്രമാണ് ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് നമ്മൾ നോക്കി വെച്ചിട്ട് റിവേഴ്സൽ ട്രേഡിംഗ് നടത്തുന്നത്. ഒരു സ്ട്രാറ്റജി മാത്രമാണ്. അപ്പോൾ ഈ സ്ട്രാറ്റജിക്ക് ആ സെലോൺ എന്ത് വെയിറ്റേജ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്, അതിനെപ്പറ്റി കൂടെ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഇത് നമ്മളുടെ കഴിഞ്ഞ വർഷത്തെ, അതായത് മെയ് മാസം തൊട്ടാണ് നമ്മൾ ജേണൽ എഴുതി ട്രേഡിങ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ഈ ജേണൽ എഴുതാൻ തുടങ്ങിയതിന് ശേഷം ഉള്ള കംപ്ലീറ്റ് ഡാറ്റ നമ്മുടെ കയ്യിലുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് സ്ട്രാറ്റജിയുടെ വെയിറ്റേജ് ഇവിടെ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഇപ്പോൾ നമുക്ക് കാണാവുന്നത് ഈ ഒരു സമയം, ഈ പീരീഡിൽ, അതായത് കഴിഞ്ഞ വർഷം 2024 മെയ്യിലെ വീഡിയോസ് കണ്ടിട്ടുള്ള ആൾക്കാർക്കറിയാം. ഈ ഡേറ്റുകളിലൊക്കെ നമ്മൾ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അന്ന് നമ്മൾ പല വിധത്തിലുള്ള സ്ട്രാറ്റജികൾ ടെസ്റ്റ് ചെയ്യുകയായിരുന്നു. ഒരു 4-5 സ്ട്രാറ്റജികൾ നമ്മൾ ഇതുവരേക്കും നമ്മുടെ ചാനലിൽ ടോട്ടൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ടെസ്റ്റ് ചെയ്തതിൻ്റെ ഫലമായിട്ട് അതിനകത്ത് നമുക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയ ഏറ്റവും നല്ലത് നമുക്ക് കംഫർട്ടബിളായി ചെയ്യാൻ പറ്റുന്നു എന്നൊരു സ്ട്രാറ്റജിയിലാണ് നമ്മളിപ്പോൾ വന്നെത്തി നിൽക്കുന്നത്. അപ്പോൾ ഈ 4-5 സ്ട്രാറ്റജികളിൽ നിന്ന് ഒരു സ്ട്രാറ്റജിക്ക് ട്രേഡിങ്ങിൽ എന്ത് പ്രാധാന്യമാണ് ഉള്ളതെന്നതിനെപ്പറ്റി ഏകദേശം വ്യക്തമായൊരു ധാരണ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു പെർസെൻറ്റേജിൽ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്ട്രാറ്റജിക്ക് ട്രേഡിങ്ങിൽ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ 10%-ലധികം വെയിറ്റേജ് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു സ്ട്രാറ്റജിയും ആ സ്ട്രാറ്റജിയുടെ മികവ് കൊണ്ട് മാത്രം ഒരു ട്രേഡറെയും പ്രോഫിറ്റിലേക്ക് എത്തിക്കാൻ പോകുന്നില്ല. ചിലർ പറഞ്ഞു കാണാറുണ്ട്, യൂട്യൂബിലൊക്കെ നമ്മൾ കാണാറുണ്ട്, 90% ആക്യുറസി, 80% ആക്യുറസി, 60% ആക്യുറസി. ഈവൻ 90% ആക്യുറസി ഉള്ള സ്ട്രാറ്റജി നിങ്ങൾ കണ്ടിന്യൂസ് ഫോളോ ചെയ്തുകൊണ്ടിരുന്നാൽ പോലും നിങ്ങൾ ലോസിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതിനെപ്പറ്റി ഈ വീഡിയോയുടെ വരുന്ന വഴികളിൽ നമുക്ക് സംസാരിക്കാവുന്നതാണ്. ഇവിടെ നമ്മുടെ എക്സ്പീരിയൻസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ മാസങ്ങളിൽ ഒരു സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് നമുക്ക് 12% ആ മാസം, മെയ് മാസം പ്രോഫിറ്റ് കിട്ടി. അത് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് മന്ത് ജൂണിൽ നമുക്ക് 17% പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് മന്ത് വന്നപ്പോൾ, അതായത് ജൂലൈ വന്നപ്പോൾ, കഴിഞ്ഞ വർഷം ജൂലൈയിൽ നമുക്ക് നെറ്റ് ലോസാണ് കിട്ടിയത്. അത് വലിയ ലോസുമായിരുന്നു. 15% ലോസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. തൊട്ടടുത്ത മാസം ഓഗസ്റ്റിൽ നമ്മൾ 8% മുകളിൽ ലോസാണ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ സ്ട്രാറ്റജി ഇവിടെ വെച്ച് മാറ്റി BR എന്ന് നമ്മളിവിടെ കൊടുത്തേക്കുന്നത്, ഇവിടം തൊട്ട് നമ്മൾ ബ്രേക്ക് ആൻഡ് റീടെസ്റ്റ് സ്ട്രാറ്റജി ചെയ്ത് തുടങ്ങിയതാണ്. അത് സെപ്റ്റംബറിലാണ്, സെപ്റ്റംബർ പകുതിയോടുകൂടിയാണ് നമ്മൾ ബ്രേക്ക് ആൻഡ് റീടെസ്റ്റ് സ്ട്രാറ്റജിയിലേക്ക് മാറിയത്. അപ്പോൾ ആ സെപ്റ്റംബർ മാസം നമുക്ക് നെറ്റ് ലോസ് തന്നെയായിരുന്നു, 5% അബവ് ലോസ് ആയിരുന്നു. അപ്പോൾ ബ്രേക്ക് ആൻഡ് റീടെസ്റ്റ് വന്നിട്ട് ഫുള്ള് ആ സ്ട്രാറ്റജി ചെയ്ത ഒരു മാസമാണ് ഒക്ടോബർ. ആ മാസം നമ്മൾ 8.5% പ്രോഫിറ്റിലേക്ക് വന്നു. അതിനുശേഷം തൊട്ടടുത്ത മാസം നവംബറിൽ നമ്മൾ ജസ്റ്റ് ബ്രേക്ക് ഈവനാണ്, വലിയ പ്രോഫിറ്റല്ല, എന്നാൽ ലോസിലേക്ക് പോയിട്ടില്ല, ജസ്റ്റ് ബ്രേക്ക് ഈവനിൽ നമ്മൾ ക്ലോസ് ചെയ്തു. ഇവിടെ വന്നിട്ട് ഡിസംബർ ഏകദേശം ഒരു 9-10 കൂടിയാണ് നമ്മൾ ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജിയിലേക്ക് വരുന്നത്. ആ മാസം തന്നെ നമുക്ക് 55% വിൻ റേഷ്യോയും കിട്ടി, ഒപ്പം തന്നെ 11% പ്രോഫിറ്റും കിട്ടി. മനസ്സിലാക്കേണ്ടത്
കഴിഞ്ഞ ഡിസംബർ തൊട്ട് ഇങ്ങോട്ട് നമ്മളിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഓർഡർ ബ്ലോക്ക് റിവേഴ്സൽ ട്രേഡിംഗ് സ്ട്രാറ്റജി തന്നെയാണ്. അപ്പോൾ ഈ മാസം 11% കിട്ടി. നമുക്ക് ആ സ്ട്രാറ്റജി വളരെയധികം ഇഷ്ടപ്പെട്ടു. തൊട്ടടുത്ത മാസം 14% ഉയർന്നു. ഒപ്പം തന്നെ നമ്മളുടെ വിൻ റേഷ്യോ 57% ആ മാസവും നമുക്ക് കിട്ടിയിരുന്നു. 19 ദിവസം ട്രേഡ് ചെയ്താൽ 11 ദിവസം പ്രോഫിറ്റ് ആയിരുന്നു. 14% നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ആ മാസം ഉണ്ടാക്കി. പക്ഷേ നിങ്ങളിവിടെ കാണേണ്ടത് അതിൻ്റെ അടുത്ത മാസം വിൻ റേഷ്യോ കുറച്ച് കുറഞ്ഞു. പക്ഷേ നമ്മൾ സ്റ്റിൽ പ്രോഫിറ്റിലാണ്. അതായത് കണ്ടിന്യൂസ് 3 മാസം ഈ സ്ട്രാറ്റജി നമുക്ക് പ്രോഫിറ്റ് തന്നു. ഇനി അതിൻ്റെ തൊട്ടടുത്ത മാസം നോക്കിക്കഴിഞ്ഞാൽ, അതായത് മാർച്ചിലേക്ക് വന്നപ്പോൾ സ്ട്രാറ്റജി സെയിം തന്നെയാണ്. വിൻ റേഷ്യോ 40% മുകളിലും ഉണ്ട്. എന്നിട്ടും നമ്മൾ 21% നെറ്റ് ലോസ് ഉണ്ടാക്കി. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. സെയിം സ്ട്രാറ്റജി 3 മാസം കണ്ടിന്യൂസ് നമുക്ക് പ്രോഫിറ്റ് തന്നു, 50%ഓളം വിൻ റേഷ്യോ തന്നു. നിങ്ങളോട് നമ്മൾ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, 40% മുകളിൽ വിൻ റേഷ്യോ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല മികച്ച പ്രോഫിറ്റ് കിട്ടേണ്ടതാണ്. ഇവിടെ വിൻ റേഷ്യോ 40% മുകളിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് പോലും 21% നമ്മൾ നെറ്റ് ലോസിലേക്ക് പോയി. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു സ്ട്രാറ്റജി മാത്രം കൊണ്ട് ഒരാൾക്ക് വിജയിക്കാൻ പറ്റത്തില്ല. അതിനപ്പുറത്തേക്ക് അയാളുടെ ഡിസിപ്ലിൻ, അതായത് ട്രേഡിങ്ങിൽ അയാൾക്കൊരു ശീലം ഇപ്പോൾ ഉണ്ടാകും. ആ ശീലം തെറ്റായ ശീലമാണെങ്കിൽ അയാൾ ഏത് സമയത്ത് വേണമെങ്കിലും ലോസിലേക്ക് കൂപ്പുകുത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ആ തെറ്റായ ശീലങ്ങൾ കണ്ടെത്തുകയും അത് തിരുത്തുകയും വേണ്ടതിൻ്റെ ഒരു വലിയ ആവശ്യകത നമുക്കിവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഈ ശീലങ്ങൾ തിരുത്തി ഓൾറെഡി ഉള്ള ശീലത്തെ പൂർണ്ണമായും ഉടച്ചു വാർത്ത് പുതിയൊരു ശീലം ഉണ്ടാക്കിയെടുക്കുക. ആ ശീലം നിങ്ങൾക്കറിയാം, കുറേ കാലം നമ്മൾ ആ ശീലത്തിലൂടെ കടന്നു പോകുമ്പോൾ ബൈ ഡിഫോൾട്ട് അത് നമ്മുടെ സ്വഭാവമായി മാറുന്നുണ്ടാകും. അങ്ങനെ നല്ലൊരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള സ്വഭാവത്തിലേക്ക് എത്തിയാൽ മാത്രമേ ഒരു ട്രേഡർക്ക് ട്രേഡിങ്ങിൽ വിജയിക്കാനാവത്തുള്ളൂ. അതല്ലാതെ ഒരു സ്ട്രാറ്റജി പഠിച്ചത് കൊണ്ട് നിങ്ങൾ ട്രേഡിങ്ങിൽ വിജയിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ജീവിതത്തിൽ ഏത് മേഖലയിലും വിജയിച്ച ആൾക്കാരെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവരുടെ സ്വഭാവത്തിന് കൃത്യമായ ഒരു ഡിസിപ്ലിൻ ഉണ്ടാവും. അപ്പോൾ ആ ഡിസിപ്ലിൻ ഉള്ളത് കൊണ്ടാണ് അതാത് മേഖലകളിൽ അവർ വിജയിച്ചിട്ടുള്ളതെന്ന് അവരെയൊക്കെ എടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമ്മളും ഉണ്ടാക്കിയെടുക്കേണ്ടത് കുറേ കാര്യങ്ങൾ പഠിക്കുക എന്നതിനപ്പുറം നമ്മൾ പരിശീലിക്കേണ്ടത് ഒരു ഡിസിപ്ലിനാണ്. അപ്പോൾ ആ ഡിസിപ്ലിൻ പരിശീലിക്കാനും മുന്നിലേക്ക് ഈ ട്രേഡിംഗ് ലൈഫിൽ ഒരു നേട്ടം ഉണ്ടാക്കിയെടുക്കാനും നമ്മളാൽ കഴിയുന്ന ഹെൽപ്പ് നമ്മൾ നിങ്ങൾക്ക് ചെയ്ത് തരുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ ഹെൽപ്പ് വേണ്ട ആൾക്കാർ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നമ്മൾ ഒരു കാര്യം ഓഫർ ചെയ്യുന്നത് ഇതാണ്. ഈ കാണുന്നത് നമ്മളുടെ നമ്പറാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഈ നമ്പറിൽ നമ്മളെ വിളിക്കാം. പക്ഷേ എല്ലാ ദിവസവും വിളിക്കുക സാധ്യമല്ല. നമുക്ക് ട്രേഡിംഗ് ഡേയ്സ് എന്നൊക്കെയാണോ ട്രേഡിംഗ് ഹോളിഡേ അല്ലാത്തത്, ട്രേഡിംഗ് എന്നൊക്കെ ഉണ്ടോ ആ ദിവസമൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ കാലത്തെ 11 മണിക്ക് ശേഷം മാത്രം വിളിക്കുക. 11 മണിക്കും ഉച്ചയ്ക്ക് 2 മണിക്കും ഇടയ്ക്ക്, 11 മുതൽ 2 വരെ ഉള്ള സമയത്തിനിടയ്ക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. നമ്മളാൽ കഴിയുന്ന സഹായം, നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടി കാര്യങ്ങൾ നമ്മൾ തരാം. ഒപ്പം ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, ആർക്കും മറ്റൊരാളെ വിജയിപ്പിച്ചെടുക്കാനൊന്നും സാധിക്കത്തില്ല. നിങ്ങളുടെ ജീവിത വിജയമായിക്കോട്ടെ, ട്രേഡിങ്ങിലെ വിജയമായിക്കോട്ടെ, മറ്റേത് മേഖലയിലെ വിജയമായിക്കോട്ടെ, അത് നിങ്ങളുടെ സ്വഭാവത്തെയും നിങ്ങളുടെ ഡിസിപ്ലിനെയും കമ്മിറ്റ്മെൻറ്റിനെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. എന്നാൽ ഒരു കോച്ച് എന്ന പോലെ നിങ്ങൾക്ക് വേണ്ട ഡയറക്ഷനും കാര്യങ്ങളും ഇപ്പം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലെ തെറ്റുകൾ കണ്ടെത്തി തരിക, നിങ്ങൾ കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരിക മുതലായ കാര്യങ്ങൾ നമ്മളെക്കൊണ്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ രീതിയിലുള്ള സപ്പോർട്ട് നിങ്ങൾക്ക് തരാൻ പറ്റുന്നുണ്ടാകും. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഈ നമ്പർ സേവ് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. കാരണം കമൻറ്റിൽ നിങ്ങൾ പലപ്പോഴും ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും കുറച്ച് നീണ്ട ഉത്തരങ്ങളായിരിക്കും ഒരുപക്ഷെ തരേണ്ടത്. അത് കമൻറ്റിൽ തരാൻ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ നിങ്ങളോട് ഇവിടെ ഒരു സ്ട്രാറ്റജിയാണ് പറയാൻ പോകുന്നത്. ഒപ്പം തന്നെ മനസ്സിലാക്കുക, ഏത് സ്ട്രാറ്റജി നിങ്ങൾ ട്രൈ ചെയ്താലും ഒരു സ്ട്രാറ്റജിക്കും 100% വിൻ റേഷ്യോ തരാൻ പറ്റത്തില്ലെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഏതൊരു സ്ട്രാറ്റജിയും മിനിമം ഗ്യാരണ്ടി ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, 50% വിൻ റേഷ്യോ. അപ്പോൾ 50% വിൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, നമ്മൾ ഏതൊരു സ്ട്രാറ്റജി അപ്ലൈ ചെയ്ത് ഒരു ട്രേഡിൽ എൻട്രി എടുത്താലും ആ ട്രേഡ് പ്രോഫിറ്റിലാകാൻ എത്രമാത്രം സാധ്യതയുണ്ടോ അത്ര തന്നെ സാധ്യത ആ ട്രേഡ് ലോസ് ആവാനുണ്ട്.
ഒപ്പം തന്നെ നമുക്കറിയാം എല്ലാ ട്രേഡിംഗ് വീഡിയോയുടെയും മുന്നിലേ തന്നെ എഴുതി കാണിക്കും ഒരു ഡിസ്ക്ലൈമർ. അത് തന്നെയാണ്, നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നതിലൂടെ വിജയിക്കാനും തോക്കാനുമുള്ള സാധ്യത ഒരുപോലെ ഉണ്ട് എന്ന ബോധ്യത്തോടു കൂടെ വേണം നിങ്ങൾ ഇനി പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് മനസ്സിലാക്കാനും. അത് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ വേണം ട്രേഡ് എടുക്കാനും. ഒപ്പം തന്നെ ട്രേഡ് എടുക്കുമ്പോൾ ലാഭത്തിൽ വന്നാലും നഷ്ടത്തിൽ വന്നാലും ഇമോഷണൽ ആവാതെ നിങ്ങളുടെ മാനസിക നില കൃത്യമായി നിലനിർത്താൻ പറ്റുന്ന ഒരു പരിശീലനമാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതിന് നിങ്ങൾക്ക് വേണ്ടുന്ന സഹായങ്ങൾ ത്രൂ കോൾ സപ്പോർട്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു തരാൻ തയ്യാറാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ പേരും ആവശ്യപ്പെട്ടത് അല്ലെങ്കിൽ കൂടുതൽ പേരുടെയും പ്രശ്നമായി കണ്ടത്, നമ്മൾ ഒരു എൻട്രി എടുത്തു, അത് ഇന്ന സപ്പോർട്ടിൽ നിന്നാണ് എൻട്രി എടുത്തതെന്ന് വീഡിയോയിൽ കണ്ടു കഴിയുമ്പോൾ ഇവരുടെ സംശയം ഇതാണ്, ആ ഒരു സപ്പോർട്ട് നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചു? കാരണം ആ സപ്പോർട്ട് എങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചു എന്നറിഞ്ഞാൽ മാത്രമേ അവർക്കും അതിനെ ഫോളോ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്കിവിടെ 31-ാം തീയതി, ഈ ജൂലൈ 31-ാം തീയതി നമ്മളെടുത്ത ട്രേഡിൽ നമുക്ക് 1:4 റിസ്ക് റിവാർഡ് കിട്ടാനുള്ളൊരു ട്രേഡായിരുന്നു അത്. ആ ദിവസത്തെ ടോട്ടൽ മൂവ് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, ലോ ടു ഹൈ 2.4% ചേഞ്ച് കൊടുത്തിട്ടുണ്ട്. എക്സാക്ട്ലി അതിൻ്റെ അന്നത്തെ ഏറ്റവും മികച്ച പ്രൈസിൽ നമുക്ക് എൻട്രി കിട്ടുകയും ചെയ്തു, നമ്മളതിൽ പ്രോഫിറ്റും എടുത്തു. അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ കുറച്ച് ആൾക്കാർക്ക് അതെങ്ങനെ നമുക്ക് കണ്ടെത്താൻ പറ്റി. കാരണം നമ്മൾ പറഞ്ഞു, നമ്മൾ സപ്പോർട്ട് റെസിസ്റ്റൻ്റ് ഹിസ്റ്റോറിക്കൽ ചാർട്ടിൽ നിന്ന് എടുത്തതിന് ശേഷമാണ് ട്രേഡ് ചെയ്യുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഈ ദിവസം മാർക്കറ്റ് ക്ലോസിങ് തന്നു, നെക്സ്റ്റ് ഡേ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് പ്രീവിയസ് ഡേ മാർക്കറ്റിൻ്റെ ലോയിൽ താഴെയാണ് ഓപ്പൺ ചെയ്തത്. അപ്പോൾ നമ്മൾ അന്ന് എൻട്രി എടുത്തത് ഏകദേശം 324 രൂപയിൽ നമ്മൾ എൻട്രി എടുത്തു. എങ്ങനെ ആ ഒരു പർട്ടിക്കുലർ ഏരിയ നമുക്ക് കണ്ടെത്താൻ പറ്റി എന്നുള്ളതാണ് പലരുടെയും സംശയം. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഹിസ്റ്ററി ആൾവേസ് റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്, ചരിത്രം ആവർത്തിക്കപ്പെടും. അപ്പോൾ ചരിത്രം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ചാർട്ടിൻ്റെ പിന്നിലേക്കുള്ള ചരിത്രം നമ്മൾ നോക്കിപ്പോകേണ്ടതുണ്ട്. ഇവിടെ ഇന്ന് ഓപ്പൺ തന്നത്, അതായത് 31-ാം തീയതി ഓപ്പൺ തന്നത് 329.80 അല്ലെങ്കിൽ 85 പൈസയോടുകൂടിയാണ് അത് ഓപ്പൺ തന്നത്. അപ്പോൾ ആ പ്രൈസ് റേഞ്ചിൽ ഉണ്ടായിരുന്ന സപ്പോർട്ടറുകളും റെസിസ്റ്റൻസുകളും, അതായത് അതിൻ്റെ മുകളിലേക്കുള്ള റെസിസ്റ്റൻസും താഴത്തേക്കുള്ള സപ്പോർട്ടുകളും കണ്ടെത്തിയാലേ പിന്നെ നമുക്ക് നമ്മുടെ സ്ട്രാറ്റജി അനുസരിച്ച് ട്രേഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ താഴത്തേക്കുള്ള സപ്പോർട്ടുകളൊന്നും തന്നെ നമുക്ക് ഈ തൊട്ടടുത്ത ദിവസങ്ങളിൽ അവൈലബിൾ അല്ല. അപ്പോൾ നമ്മൾ കുറച്ചധികം പിന്നിലേക്ക് പോകേണ്ടി വന്നിരുന്നു. അപ്പോൾ അത് എവിടെ പോയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? നമ്മളിപ്പോൾ നിൽക്കുന്നത് 5 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഹിസ്റ്ററി ചാർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡേ ക്യാൻഡിലേക്ക് സ്വിച്ച് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഡേ ക്യാൻഡിലേക്ക് മാറിക്കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ 31-ാം തീയതിത്തെ ട്രേഡാണ് ഈ പറഞ്ഞ രീതിയിൽ എൻട്രി എടുത്ത് വിജയിപ്പിച്ചത്. അപ്പോൾ 31-ാം തീയതിത്തെ ഓപ്പണിംഗ് തന്നേക്കുന്ന സ്ഥലം ഏകദേശം ഇവിടെയാണ്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ പിന്നെ മാർക്കറ്റ് ഉണ്ടായിരുന്നത് നമുക്കിവിടെ കാണാം, ജൂൺ 26-ാം തീയതിയാണ്. അപ്പോൾ ജൂൺ 26-ാം തീയതിത്തെ ഡേയിൽ പോയിട്ട് വേണം നമുക്ക് സപ്പോർട്ട് കണ്ടെത്താനുള്ളത്. അപ്പോൾ നമുക്ക് വീണ്ടും 5 മിനിറ്റ് ക്യാൻഡിലേക്ക് വരണം. അതിനുശേഷം നമുക്ക് ജൂൺ 26-ലേക്ക് പോകണം. മനസ്സിലാക്കണം, ഇത് ജൂലൈ 31-ആണ്. അപ്പോൾ ഏകദേശം ഒരു മാസം ബാക്കിലേക്ക് പോയിട്ട് വേണം നമുക്ക് അവിടുത്തെ സപ്പോർട്ട് തിരഞ്ഞെടുക്കാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ജൂൺ 26-ാം തീയതി നമ്മൾ സെലക്ട് ചെയ്തു, എന്നിട്ട് അങ്ങോട്ടേക്ക് പോവുക. ഇപ്പോൾ നമ്മൾ ജൂൺ 26-ാം തീയതി എത്തി. ഇവിടെ നമുക്ക് കാണാം, ജൂൺ 26-ാം തീയതി മാർക്കറ്റ് നല്ലൊരു മൂവാണ് കൊടുത്തിട്ടുള്ളത്. ലോയിൽ നിന്ന് അന്നത്തെ അതിൻ്റെ ഹൈ വരെ മാർക്കറ്റ് പോയേക്കുന്നത് ഏകദേശം 4% അടുത്ത് വരെ അത് മൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ എൻറ്റയർ ഡേയുടെ കൃത്യം മധ്യഭാഗം നല്ലൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിട്ടുമുണ്ട്. നമ്മളിനി നോക്കാൻ പോകുന്നത്, ഇന്നത്തെ ദിവസം നമ്മൾ ഒരു സപ്പോർട്ട് ഈ ചാർട്ടിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. അത് നമ്മൾ കണ്ടെത്തി മാർക്ക് ചെയ്തു. അതെങ്ങനെയാണ് എന്നത് നമുക്കിപ്പോൾ ഒന്ന് നോക്കാം. ഇവിടെ നമ്മൾ ആ ഹൊറിസോണ്ടൽ ലൈൻ വിസിബിൾ ആക്കുകയാണ്. അപ്പോൾ മുകളിലുണ്ടായിരുന്ന ഒരു റെസിസ്റ്റൻസ് അവിടെ വന്നിട്ടുണ്ട്. ഇനി ഈ താഴത്തുണ്ടായിരുന്ന സപ്പോർട്ടിൽ നിന്ന്, അതായത് 324-ൽ നിന്നാണ് നമ്മളന്ന് എൻട്രി എടുത്തിട്ടുള്ളത്. ഇവിടെ കാണാം, ഇവിടെ ഒരു റീടെസ്റ്റ് വന്നു, ഇവിടുന്ന് വലിയൊരു മൂവ് മുകളിലേക്ക് പോയിട്ടുണ്ട്.
അപ്പോൾ നമ്മളിവിടെ വോളിയം ക്യാൻഡിൽ വിസിബിൾ ആക്കി കഴിഞ്ഞാൽ ഈ വോളിയം ബാറിൽ നമുക്ക് കാണാം ഈ ഒരു ക്യാൻഡിൽ അതിനകത്ത് വന്നേക്കുന്ന വോളിയം 747K ആണ്. അത് തൊട്ടടുത്ത ക്യാൻഡിൽ വോളിയത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ വളരെ കൂടുതലാണ്. 161 ആയിരുന്നു തൊട്ടടുത്ത ക്യാൻഡിലെ വോളിയം. അതൊരു റെഡ് ക്യാൻഡിലും ആയിരുന്നു. സോ നെക്സ്റ്റ് ക്യാൻഡിൽ ഇത്ര കൂടുതൽ വോളിയം വന്നു എന്ന് മാത്രമല്ല ആ ക്യാൻഡിലിൻ്റെ ടോട്ടൽ ചേഞ്ച് 0.94% ആണ്. ഏകദേശം 1% ഈ ഒരു ഒറ്റ ക്യാൻഡിലിൽ പ്രൈസ് മൂവ് ചെയ്തു. സോ ദാറ്റ് നല്ലൊരു പ്രൈസ് ആക്ഷൻ പോയിൻ്റ് ആയിട്ട് അതവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ നമ്മൾ ഈ പോയിന്റിൽ അതിനെ ഒരു ഓർഡർ ബ്ലോക്കായിട്ട് കൺസിഡർ ചെയ്തു. കാരണം ഹ്യൂജ് ബ്ലോക്ക് ഓഫ് ഓർഡേഴ്സ് ഇവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അത് മാർക്കറ്റ് ഓർഡർ ആയതുകൊണ്ടാണ് പ്രൈസ് ഇത്രയും മൂവ് ചെയ്തേക്കുന്നത്. ലിമിറ്റ് ഓർഡർ ആണെങ്കിൽ ഇവിടെ ഹിറ്റ് ചെയ്യുന്ന ലിമിറ്റ് ഓർഡർ ആണ് എക്സിക്യൂട്ട് ആകുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും പ്രൈസ് അവിടെ മൂവ് ചെയ്യില്ല. പ്രൈസ് അവിടെ തന്നെ നിൽക്കത്തേ ഉള്ളൂ. അപ്പോൾ മാർക്കറ്റിനെ ചലിപ്പിക്കുന്നത് എല്ലായ്പ്പോഴും മാർക്കറ്റ് ഓർഡേഴ്സാണ്. സോ ദാറ്റ് നമ്മൾ അവിടെ ഒരു ലൈൻ മാർക്ക് ചെയ്തു. ഇത് പ്രധാനപ്പെട്ടൊരു പ്രൈസ് ആക്ഷൻ പോയിൻ്റാണ്. മുകളിൽ നിന്ന് പ്രൈസ് എപ്പോഴൊക്കെ താഴത്തേക്ക് വന്ന് ഈ പ്രൈസ് ആക്ഷൻ പോയിന്റിൽ എത്തി ഹിറ്റ് ചെയ്യുന്നുണ്ടോ അപ്പോഴൊക്കെ ഈ പോയിന്റ് ഒരു സപ്പോർട്ടായി നമുക്ക് അഫക്റ്റ് ചെയ്യും. നേരെ മറിച്ച് പ്രൈസ് താഴത്ത് നിന്ന് എപ്പോഴൊക്കെ മുകളിലേക്ക് വന്നിന് ഹിറ്റ് ചെയ്യുമോ അപ്പോഴൊക്കെ ഈ പോയിന്റ് ഒരു റെസിസ്റ്റൻസായി നമുക്ക് അഫക്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളവിടെ അത് മാർക്ക് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ അന്നത്തെ 31-ാം തീയതിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം പ്രൈസ് ഇത്രയും മുകളിൽ നിന്ന് താഴത്തേക്ക് വരികയാണ്. ഇവിടെ വന്നാൽ എന്തായാലും നമ്മൾ ഏകദേശം ഒരു 3 വർഷത്തിന് മുകളിലായിട്ടിപ്പോൾ ഈ ചാർട്ട് നോക്കിയിരിക്കുന്ന ഒരു എക്സ്പീരിയൻസിൽ നിന്ന് നമുക്കറിയാം ഇനി ഇവിടെ വന്നാൽ മാർക്കറ്റിൽ എന്തായാലും ഇവിടെ ഒരു സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, എല്ലായ്പ്പോഴും ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു സാധ്യത മാത്രമാണ്. നിങ്ങൾ എടുക്കുന്ന ഓരോ ട്രേഡും നഷ്ടത്തിൽ പോകാനുള്ള സാധ്യത എത്രമാത്രമാണോ അത്രമാത്രം സാധ്യതയെ നിങ്ങൾക്ക് വിജയിക്കാനുള്ളൂ. അതായത് 50-50 ചാൻസേ നിങ്ങൾക്ക് ഏത് ട്രേഡിലും കാണേണ്ടതുള്ളൂ. അതിനപ്പുറത്തേക്ക് നിങ്ങൾ കാണേണ്ടതില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ എൻട്രി എടുത്തു. 324 നമ്മൾ എൻട്രി എടുത്തു. നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ എല്ലായ്പ്പോഴും വെക്കുന്നത് 0.5% ആണ്. അപ്പോൾ 0.5% നമ്മളിവിടെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തു. അതിനുശേഷം നോക്കിക്കഴിഞ്ഞാൽ കാണാം നെക്സ്റ്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസ്. അടുത്ത പോയിൻ്റ് ഇതാണ്. മുകളിലുള്ള ഈ ലൈനാണ് നമ്മൾ റെസിസ്റ്റൻസായി മാർക്ക് ചെയ്തിരുന്നത്. എന്തുകൊണ്ട് ആ ലൈൻ റെസിസ്റ്റൻസായി മാർക്ക് ചെയ്തു? സെയിം തന്നെയാണ്, ഇപ്പോൾ നമ്മൾ കണ്ട അതേ രീതിയിൽ തന്നെയാണ് ഈ പോയിൻ്റ് നമ്മൾ കണ്ടെത്തിയേക്കുന്നത്. കാരണം ഒന്നാമത്തെ കാരണം ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇവിടെ ഈ ഒരു റെഡ് ക്യാൻഡിലിനെ ബ്രേക്ക് ചെയ്ത ക്യാൻഡിലിൽ നിന്ന് വന്നിട്ടുള്ള മൂവ് അതൊരു ഭയങ്കരമായ വലിയ വൺ സൈഡഡ് മൂവാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ റെഡ് ക്യാൻഡിലെ ബ്രേക്ക് ചെയ്തതിന് ശേഷം നേരെ വൺ സൈഡഡ് ആയിട്ട് മാർക്കറ്റ് മുകളിലേക്ക് 3.5% മൂവ് ചെയ്തു. അത്രയും മൂവ് ചെയ്തതിന് ശേഷമാണ് പിന്നെ മാർക്കറ്റ് ഒന്ന് താഴത്തേക്ക് പോകുന്നത്. അപ്പോൾ വൺ സൈഡഡ് ആയിട്ട് ഇത്ര വലിയ മൂവ് തന്നു മീൻസ് ഇവിടെ കുറച്ചധികം ബ്ലോക്ക് ഓർഡർ ബ്ലോക്ക് വന്നു. എങ്ങനെ? അത് മാർക്കറ്റ് ഓർഡേഴ്സാണ് വന്നത്. മാർക്കറ്റ് ഓർഡേഴ്സിന് മാത്രമേ മാർക്കറ്റിനെ ചലിപ്പിക്കാൻ സാധിക്കത്തുള്ളൂ. ലിമിറ്റ് ഓർഡേഴ്സിന് ഒരിക്കലും മാർക്കറ്റിലെ പ്രൈസിനെ മൂവ് ചെയ്യിക്കാൻ സാധിക്കില്ല. സോ ദാറ്റ് നമുക്കിവിടെ മനസ്സിലായി ഹ്യൂജ് മാർക്കറ്റ് ഓർഡേഴ്സ് ബൈയിങ് സൈഡ് വന്നു, സോ പ്രൈസ് കൂടി. ഹ്യൂജ് മാർക്കറ്റ് ഓർഡേഴ്സ് സെല്ലിംഗ് സൈഡ് വന്നാൽ പ്രൈസ് കുറയും. അപ്പോൾ അങ്ങനെ വരാൻ തുടങ്ങിയത് ഈ പോയിന്റിൽ നിന്നാണ്. അങ്ങനെയാണ് നമുക്കൊരു കാര്യം ഉറപ്പാണ്, ഈ പോയിന്റിന് മുകളിൽ നിന്ന് താഴത്തേക്ക് പ്രൈസ് എപ്പോഴൊക്കെ വരുന്നുണ്ടോ അപ്പോഴൊക്കെ ഈ പോയിന്റ് സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യും. അതുപോലെ തന്നെ താഴത്തുനിന്ന് എപ്പോഴൊക്കെ മാർക്കറ്റ് മുകളിലേക്ക് പ്രൈസ് മുകളിലേക്ക് വരുന്നുണ്ടോ അപ്പോഴൊക്കെ ഈ പോയിന്റ് റെസിസ്റ്റൻസ് ആയിട്ടും വർക്ക് ചെയ്യും. ആ ഒരു തിയറിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ അതിനെ മാർക്ക് ചെയ്തു. ഒപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഈ ലൈൻ കണ്ടെത്തിയപ്പോൾ പറഞ്ഞു തൊട്ട് മുന്നിലത്തെ ക്യാൻഡിലുണ്ടായിരുന്ന വോളിയത്തിനെ അപേക്ഷിച്ച് വളരെ കൂടുതൽ വോളിയമാണ് ഈ ഒരു മൂവ് സ്റ്റാർട്ട് ചെയ്ത ക്യാൻഡിൽ കിട്ടിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് കാണാം 50K വോളിയം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ തൊട്ടടുത്ത ക്യാൻഡിലിൽ 3 ഇരട്ടി വോളിയം കയറി വന്നു. അപ്പോൾ വോളിയം അത്രമാത്രം കൂടി, അത്രമാത്രം വലിയ മൂവ് മാർക്കറ്റ് തന്നു. ഇനി ഈ ക്യാൻഡിലിന് ശേഷം ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പടിപടിയായിട്ട് വോളിയം ഉയരുകയായിരുന്നു. അത് ഏറ്റവും കൂടുതൽ വന്നിട്ട് എൻഡ് ക്യാൻഡിൽ, ആ മൂവിൻ്റെ ലാസ്റ്റ് ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ റെഡ് ക്യാൻഡിലിൻ്റെ വോളിയത്തെ അപേക്ഷിച്ച് വളരെ വളരെ കൂടിയ വോളിയത്തിലേക്ക് എത്തി.
അപ്പോൾ അത്രയും ബയേഴ്സിന് അവിടെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു പൊസിഷനാണ് ഇത്, പോയിൻ്റാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് നമ്മൾ അവിടെ മാർക്ക് ചെയ്ത് വെച്ചിരുന്നു. പിന്നെ നമ്മളിവിടെ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്നത് എന്താണ്, ഈ പർട്ടിക്കുലർ പോയിന്റിൽ നമ്മൾ ചൂണ്ടയിടുന്ന ഒരാളുടെ മനോഭാവത്തിലാണ് നമ്മളിവിടെ എൻട്രി ബൈ ഓർഡർ ഇട്ടിട്ട് കാത്തിരിക്കും. ഇനി നമ്മൾ പറഞ്ഞു സ്ട്രാറ്റജി എന്ന് പറയുന്നത് മാത്രം കൊണ്ട് ഒരാൾക്കും ട്രേഡിങ്ങിൽ വിജയിക്കാനാവില്ല. പിന്നെന്താണ്, റിസ്ക് മാനേജ്മെൻറ്റിനെ പറ്റി നമ്മൾ കൃത്യമായ ധാരണ ഉണ്ടായേ പറ്റുള്ളൂ. നമ്മളിവിടെ ബൈ ആണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇത് ഫയേഴ്സിൻ്റെ പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ കാണിച്ചു തരുന്നത്. ഏതൊരു പ്ലാറ്റ്ഫോമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിലും ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. എപ്പോൾ നിങ്ങൾ ബൈ ചെയ്യുമോ അപ്പം തന്നെ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് എന്താണോ കൃത്യമായി ആ ബൈ എൻട്രിയുടെ കൂടെ തന്നെ പ്ലേസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. നമ്മളിവിടെ ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓർഡർ വിൻഡോ നമുക്ക് കിട്ടി. ഈ ഓർഡർ വിൻഡോ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പല ടൈപ്പ് ഓഫ് ഓർഡേഴ്സ് ഇവിടെ കാണാൻ പറ്റും. അത് ഒന്ന് പറഞ്ഞു തരാം. നമ്മുടെ ക്വാണ്ടിറ്റി എത്രയാണോ, അപ്പോൾ നമ്മുടെ ക്വാണ്ടിറ്റി തീരുമാനിക്കുന്നതിന് കൃത്യമായൊരു കണക്കുണ്ട്. അതിനെപ്പറ്റി വരുന്ന വീഡിയോയിൽ നമ്മൾ വ്യക്തമാക്കി തരുന്നതാണ്. ഇപ്പോൾ അത് പറയുന്നില്ല. അപ്പോൾ ആ ക്വാണ്ടിറ്റി അങ്ങനെ കണ്ടെത്തുക, ആ ക്വാണ്ടിറ്റി ഇവിടെ എൻട്രി ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യുന്ന ഇൻട്രാഡേ മാത്രമാണ്, നമ്മൾ സ്വിംഗ് ട്രേഡ് ചെയ്യുന്നില്ല. സോ ദാറ്റ് ഇൻട്രാഡേ ആണെന്ന് ഉറപ്പ് വരുത്തുക. ഇവിടെ അത് സെലക്ട് ചെയ്ത് വെക്കുക, ക്വാണ്ടിറ്റി എൻട്രി ചെയ്ത് കൊടുക്കുക. നമ്മൾ റീറ്റെയിൽ ട്രേഡറാണ്. സോ ദാറ്റ് നമ്മൾ പലപ്പോഴും എന്നല്ല എല്ലായ്പ്പോഴും തന്നെ നമ്മൾ മാർക്കറ്റ് പ്രൈസിലല്ല എടുക്കാറുള്ളത്, നമ്മൾ ലിമിറ്റ് പ്രൈസിലാണ് എൻട്രി എടുക്കാറുള്ളത്. സോ ദാറ്റ് നമ്മളിവിടെ ലിമിറ്റ് സെലക്ട് ചെയ്തു. നമുക്ക് എടുക്കേണ്ട പ്രൈസ് 324. അപ്പോൾ ഈ കോളത്തിൽ നിങ്ങൾ ആ പ്രൈസ് എൻട്രി ചെയ്ത് കൊടുക്കുക 324. ഇനി ഇവിടെ നമ്മൾ ബ്രാക്കറ്റ് ഓർഡർ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് കവർ ഓർഡർ സെലക്ട് ചെയ്യാം. നിങ്ങൾ എല്ലായ്പ്പോഴും തന്നെ ഒന്നുകിൽ കവർ ഓർഡർ അല്ലെങ്കിൽ ബ്രാക്കറ്റ് ഓർഡർ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം. കാരണം നിങ്ങൾ കവർ ഓർഡർ ഇടുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ ഒരു പ്രൈസിൽ എപ്പോഴാണോ നിങ്ങൾക്ക് എൻട്രി കിട്ടുന്നത്, അതായത് പ്രൈസ് ഇങ്ങോട്ട് വന്നു, നമ്മൾ എൻട്രി ഇട്ടേക്കുന്ന ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്കിവിടെ എൻട്രി കിട്ടും. ആ എൻട്രി കിട്ടുന്ന കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഇവിടെ സ്റ്റോപ്പ് ലോസും കൂടെ ഓട്ടോമാറ്റിക്കലി പ്ലേസ് ആവും. നമ്മൾ പറഞ്ഞു നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് എല്ലായ്പ്പോഴും 0.5% ആണ്, നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഈ ഒരു പ്രൈസിലാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വീഴേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു കോളത്തിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് എമൗണ്ടിൽ വേണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ പെർസെൻറ്റേജിൽ വെക്കാം. നമ്മളെപ്പോഴും പെർസെൻറ്റേജിൽ വെക്കുന്നതുകൊണ്ട് തന്നെ 0.5%. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ എൻട്രി കിട്ടുന്ന കൂട്ടത്തിൽ തന്നെ 0.5% കണക്ക് കൂട്ടി ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്റ്റോപ്പ് ലോസ് അവിടെ പ്ലേസ് ആവുന്നുണ്ടാവും. അതിനുശേഷം ടാർഗറ്റ് എത്തുമ്പോൾ നമ്മളത് നോക്കി എക്സിറ്റ് ചെയ്യുക മാനുവലി എന്നുള്ളതാണ് പിന്നെ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്ത് നമുക്ക് എക്സിറ്റ് എടുക്കാം. എന്നാൽ ഇവിടെ നമ്മൾ ബ്രാക്കറ്റ് ഓർഡർ നമുക്കിടാം, കവർ ഓർഡർ ഇടുന്നില്ല, മറിച്ച് നമുക്കിവിടെ വേണമെങ്കിൽ ബ്രാക്കറ്റ് ഓർഡർ ഇടാം. അപ്പോൾ ബ്രാക്കറ്റ് ഓർഡർ എല്ലാ പ്ലാറ്റ്ഫോമിലും അവൈലബിൾ ആണോ എന്ന് നമുക്കറിയത്തില്ല. ഉള്ളതിൽ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടാകും. ഫയേഴ്സിൽ എന്തായാലും പറ്റും. ബ്രാക്കറ്റ് ഓർഡർ ഇടുവാണെങ്കിൽ നിങ്ങളിവിടെ പ്രൈസ് എൻട്രി ചെയ്ത് കൊടുക്കുന്നു. എൻട്രി എടുക്കേണ്ട ബൈയിങ് പ്രൈസ് നമ്മൾ ഈ കോളത്തിൽ കൊടുക്കുന്നു. പിന്നെ സ്റ്റോപ്പ് ലോസിൻ്റെ പെർസെൻറ്റേജ് നമ്മൾ 0.5% ആയിട്ട് വെക്കുന്നു. ടാർഗറ്റ് 0.5% ആണ് സ്റ്റോപ്പ് ലോസ് എങ്കിൽ ടാർഗറ്റ് എല്ലായ്പ്പോഴും മിനിമം 1%ഓ അതിൽ കൂടുതലോ വേണം. കാരണം കൃത്യമായ റിസ്ക് റിവാർഡ് മിനിമം 1:2 എങ്കിലും ഫോളോ ചെയ്തിരുന്നില്ല എങ്കിൽ നമുക്ക് ട്രേഡിങ്ങിൽ വിജയിക്കാൻ, ഒരു വലിയ പീരീഡിലേക്ക് ട്രേഡ് ചെയ്യുമ്പോൾ വിജയിക്കാനുള്ള സാധ്യത വളരെ കുറവാകും. അപ്പോൾ 1:2 മിനിമം വെച്ചിട്ട് നിങ്ങൾ ഈ ട്രേഡ് പ്ലേസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടുമ്പോൾ തന്നെ നിങ്ങളുടെ ക്യാപിറ്റൽ പ്രൊട്ടക്ഷനായി, അതായത് ഒരു ദിവസം നിങ്ങൾ കൊടുക്കേണ്ട സ്റ്റോപ്പ് ലോസിന് കൂടുതൽ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് കൊടുക്കില്ല എന്ന് ഉറപ്പ് വരുത്താം. പിന്നെ വേണ്ടത് ടാർഗറ്റാണ്. അന്നത്തെ ദിവസം നമുക്ക് ഒന്നെങ്കിൽ 1:2 അല്ലെങ്കിൽ ഇപ്പോൾ 1:2 എടുക്കാനാണെങ്കിൽ ഇവിടെ വരെ മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1:2 റിസ്ക് റിവാർഡ് കിട്ടും. നിങ്ങൾക്ക് എക്സിറ്റ് എടുത്തിട്ട് വേണമെങ്കിൽ പോരാ. ഇനി അതല്ല, നിങ്ങൾക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസ് ഉണ്ട് എങ്കിൽ നെക്സ്റ്റ് ലെവൽ ഓഫ് ടാർഗറ്റ് ഇതാണ്. നമുക്കറിയാം നമ്മളത് ഈ ഒരു ഓർഡർ ബ്ലോക്കിനെ കണ്ടെത്തി അടയാളപ്പെടുത്തി വെച്ചേക്കുന്നതാണ്. അപ്പോൾ അവിടം വരെ മാർക്കറ്റ് എത്തിയാൽ എന്തായാലും അവിടെ റെസിസ്റ്റൻസ് വരുമെന്ന് നമുക്കറിയാം. സോ ദാറ്റ് അവിടെ വന്നാൽ എക്സിറ്റ് എടുക്കാൻ വേണ്ടി നമുക്ക് അവിടെ ടാർഗറ്റ് വേണമെങ്കിൽ വെക്കാം. അങ്ങനെ വന്നാൽ നമുക്ക് അന്ന് കിട്ടാവുന്നത് 1:4 റിസ്ക് റിവാർഡ് കിട്ടും. അപ്പോൾ അത് വളരെ മികച്ച റിസ്ക് റിവാർഡാണ്, അതന്ന് കിട്ടി. ഇനി അന്നത്തെ ദിവസം നമുക്ക് ഇതിനേക്കാൾ കൂടുതൽ സന്തോഷകരമായ ഒരു കാര്യം കൂടെ സംഭവിച്ചിട്ടുണ്ട്. അതും കൂടെ ജസ്റ്റ് നിങ്ങളോടൊന്ന് പറഞ്ഞു പോകാമെന്ന് വിചാരിക്കുവാണ്. അതിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളോട് നമ്മൾ പറഞ്ഞിരുന്നു ചെറിയൊരു പൈലറ്റ് റൺ, അതായത് നമ്മുടെ ട്രേഡിങ്ങിലുള്ള ശീലം ഒന്ന് മാറ്റി പുതുക്കി വിജയിക്കാൻ ആവശ്യമായ പുതിയൊരു ശീലം നമ്മൾ ബിൽഡ് ചെയ്തെടുത്താൽ
ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാർക്കും ട്രേഡിങ്ങിൽ വിജയിക്കാനുള്ളൊരു സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അതർവൈസ് ഇപ്പോഴത്തെ ശീലം കൊണ്ടാണ് നമുക്ക് നെറ്റ് റിസൾട്ട്, ഇപ്പോഴത്തെ നെറ്റ് പ്രോഫിറ്റ് എങ്കിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് അവസ്ഥയിൽ നമ്മൾ നിലനിൽക്കുന്നത്. അപ്പോൾ ഈ ശീലം തന്നെ നമ്മൾ മുന്നോട്ട് തുടർന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴുള്ള അവസ്ഥ എന്താണോ അതേ അവസ്ഥ, ഇല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചും കൂടെ മോശമായ അവസ്ഥയിലേക്ക് നമ്മൾ ട്രേഡിങ്ങിൽ പോകാനാണ് സാധ്യത. അപ്പോൾ നമ്മുടെ ശീലം മാറ്റണം. അതിൻ്റെ ഒരു ടെസ്റ്റിംഗ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ആൾക്കാർക്ക് പ്രയോജനപ്പെടുമോ, ഒരാളിൽ ഒരു മാറ്റം, ഒരു ശീലം നമുക്ക് പറഞ്ഞു കൊടുക്കുന്നതിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്ന പരീക്ഷണം നമ്മൾ നടത്തുന്നുണ്ട്. പൂർണ്ണമായും ഫ്രീ ആയിട്ടാണ്. അങ്ങനെ നമ്മുടെ കൂടെ 4-5 പേര് കൂടിയിട്ടുണ്ട്. അവരിൽ ചില ആൾക്കാർ ഈ ഡിസിപ്ലിൻ കൃത്യമായി ഫോളോ ചെയ്ത് ട്രേഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ദിവസം നമ്മൾ എടുത്ത ട്രേഡ് നിങ്ങളെ ഒന്ന് കാണിക്കാം. നമ്മൾ ബൈ ചെയ്തത് BPCL, ഇവിടെ സമയം കാണാം 9:28-ന് 324 രൂപയ്ക്കാണ് ബൈ ചെയ്തത്. 156 ക്വാണ്ടിറ്റി അന്ന്. ഇത് ഞാൻ എടുത്ത ട്രേഡാണ്. ഇനി ആ ട്രേഡ് ഞാൻ എടുത്തു എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം, 9:25-ന് ഇവിടെ പ്രൈസ് ഇവിടുന്ന് താഴത്തേക്ക് വന്ന് ഹിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ഇട്ടിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ഇതേ സമയത്ത് തന്നെ നമ്മളുടെ കൂട്ടത്തിൽ ഈ ഡിസിപ്ലിൻ പഠിക്കാൻ വേണ്ടി കൂടിയ ഒരാളും കൂടെ അതേ ട്രേഡ് നമ്മൾ മാർക്കറ്റ് പറഞ്ഞല്ലോ, നമ്മൾ എൻട്രി എടുക്കുന്നില്ല, മാർക്കറ്റ് അവേഴ്സിൽ ആരോടും സംസാരിക്കാറില്ല. ഇവരൊക്കെ അവരുടെ സ്വന്തമായിട്ടാണ് ട്രേഡുകൾ എടുക്കുന്നത്. അങ്ങനെ നമ്മൾ പറഞ്ഞ സ്ട്രാറ്റജി ഫോളോ ചെയ്ത മറ്റൊരാൾ എടുത്ത ട്രേഡ് അതേ സമയം ഒരാളുടെയും ഹെൽപ്പില്ലാതെ അയാൾ അന്ന് ഒറ്റയ്ക്ക് എടുത്ത ട്രേഡ് ഇതാണ്. അദ്ദേഹം ബൈ ചെയ്തേക്കുന്ന പ്രൈസ് നമുക്കിവിടെ കാണാം. BPCL-ലാണ് ആളും അന്ന് എൻട്രി എടുത്തത്. അപ്പോൾ 150 ക്വാണ്ടിറ്റിയാണ് ആൾ ബൈ ചെയ്തത്. എടുത്ത പ്രൈസാണ് നമുക്കിവിടെ സന്തോഷം തരുന്നത്. കാരണം ഏത് പ്രൈസിലാണോ നമ്മൾ എൻട്രി എടുത്ത അതേ പ്രൈസിൽ, അതേ സപ്പോർട്ട് ഏരിയ ഹിസ്റ്റോറിക്കൽ ചാർട്ടിൽ പോയി കണ്ടെത്താൻ അദ്ദേഹത്തിന് പറ്റി. അതേ പ്രൈസിൽ ഓർഡർ ഇട്ടിട്ട് വെയിറ്റ് ചെയ്തിരിക്കാൻ അദ്ദേഹത്തിന് പറ്റി. 150 ക്വാണ്ടിറ്റി ആളെടുത്തു. ആൾ എക്സിറ്റ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം 326-ലാണ്. ഞാൻ പറഞ്ഞു, ഞാൻ എക്സിറ്റ് എടുത്തത് അന്നത്തെ ദിവസം എൻ്റെ എക്സിറ്റ് 324 എടുത്തിട്ട് 325-55 ഞാൻ എക്സിറ്റ് എടുത്തു. അതായത് എന്നേക്കാൾ കൂടുതൽ പ്രോഫിറ്റ് നമ്മുടെ കൂടെ കൂടിയ ഇദ്ദേഹത്തിന് അന്നത്തെ ദിവസം മേക്ക് ചെയ്യാൻ പറ്റി. ഇനി ഇദ്ദേഹം കൂടാതെ നമ്മുടെ കൂടെയുള്ള മറ്റൊരാൾ അന്നത്തെ ദിവസം തന്നെ നമ്മൾ എക്സിറ്റ് എടുത്തതിന് ശേഷമാണ് ആൾ എൻട്രി എടുത്തേക്കുന്നത്. പക്ഷേ നമ്മളെക്കാളൊക്കെ കൂടുതൽ പ്രോഫിറ്റ് അയാൾ എടുത്തിട്ടുണ്ട്. അയാൾ ബൈ ചെയ്തത് 327-ലാണ്. ഏതാണ്ട് ഈ ഒരു റെഡ് ക്യാൻഡിൽ വെച്ചതിന് ശേഷം അതിനെ ബ്രേക്ക് ചെയ്ത്, ഈ ഒരു ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് പോകുന്ന സമയത്താണ് ആൾ എൻട്രി എടുത്തത്. പക്ഷേ ആൾ എക്സിറ്റ് എടുത്തത് ഈ മുകളിൽ കാണുന്ന റെസിസ്റ്റൻസിലാണ്. സോ ദാറ്റ് ഇവിടുന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, നമ്മൾ പറയുന്ന, ഇല്ലെങ്കിൽ നമുക്കൊരു ആൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, അയാൾക്കൊരു റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ആളുടെ യാത്ര നമ്മൾ കണ്ടപ്പോൾ നമുക്കത് ഇഷ്ടപ്പെട്ടു, അയാളെ ഫോളോ ചെയ്യാൻ നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ അയാൾ പറയുന്നതിനനുസരിച്ച് അതേ പാത്ത് ഫോളോ ചെയ്യുന്ന ഓരോരുത്തർക്കും അതേ റിസൾട്ട് കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഈ ലൈവ് എക്സാമ്പിളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. സോ ദാറ്റ് നമ്മൾ പറഞ്ഞിരുന്നു, ആ പൈലറ്റ് റണ്ണിന് ശേഷം കൂടുതൽ പേരെ ആ രീതിയിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ പ്രയോജനപ്പെടുമെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ തയ്യാറാണെന്ന് പറഞ്ഞിരുന്നു. സോ ദാറ്റ് അതിൻ്റെ ഭാഗവും കൂടെ ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കാം. അത് മാർക്കറ്റ് അവേഴ്സിൽ മാത്രം 11 മണി തൊട്ട് 2 മണി വരെയുള്ള സമയം നമ്മുടെ ഹെൽപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ നമ്മൾ സപ്പോർട്ടും റെസിസ്റ്റൻസും കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഈ കാര്യം ഇവിടം കൊണ്ട് തൽക്കാലം നിർത്തുവാണ്. ഇനി നമ്മൾ ലാസ്റ്റ് പറയാനുള്ളൊരു കാര്യം വെച്ചിരുന്നു. അതായത് നമ്മളുടെ ട്രേഡിംഗ് സ്ട്രാറ്റജി. അപ്പോൾ ക്ലാസ്സിനെ പറ്റി നമ്മൾ ആലോചിച്ചപ്പോൾ നമ്മളൊരു 10 പേരൊക്കെ ഉണ്ടെങ്കിൽ അതൊരു ഗൂഗിൾ മീറ്റായിട്ട് ചെയ്യാം എന്നൊരു തോന്നലാണ് മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ അപ്പോഴുള്ള പ്രശ്നം ആൾക്കാരുടെ ടൈമിങ്, ഈ ഗൂഗിൾ മീറ്റിൽ വരാനുള്ള സമയവും കാര്യങ്ങളും ബുദ്ധിമുട്ടും. ചില ആൾക്കാർ രാത്രി 8 മണി സമയം പറയും, ചില ആൾക്കാർ മോർണിംഗ് 10 മണി 11 മണി സമയം പറയാം. അങ്ങനെ ഡിഫറെൻറ്റ് ടൈംസിൻ്റെ ഒരു കോൺഫ്ലിക്റ്റ് വരുന്നുണ്ട്. പിന്നെ അതിനകത്ത് പങ്കെടുക്കുന്ന ആൾക്കാർക്ക് സംശയങ്ങളുണ്ടാകാം. അപ്പോൾ ലൈവിൽ തന്നെ ആ സംശയങ്ങൾ തീർത്ത് പോകുമ്പോൾ അത് എത്രമാത്രം സമയത്തേക്ക് നീണ്ടു പോകാം. പിന്നെ അതിൻ്റെ സ്ട്രക്ചർ, കാരണം നമ്മളിവിടെ പഠിപ്പിക്കുന്നത് കാണാപ്പാഠം അല്ലെങ്കിൽ ഒരു തിയറി ക്ലാസ് പോലെയല്ല, ലൈവ് എക്സാമ്പിളുകളിൽ നിന്ന് പഠിപ്പിക്കാനാണ് നമുക്ക് താല്പര്യം. അപ്പോൾ ആ ഒരു ലൈവായിട്ട് കണ്ട് അതിനെ ഡിസ്കസ് ചെയ്ത്, അതായത് നമ്മളുടെ മൈൻഡിൽ അപ്പോൾ വരുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അതിൻ്റെ ലോജിക്കും എക്സ്പ്ലെയിൻ ചെയ്ത് പോവുക എന്ന രീതിയിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ് നമ്മൾ വിചാരിക്കുന്നത്
ഗൂഗിൾ മീറ്റ് എന്നത് കുറച്ച് പ്രാക്ടിക്കൽ ബുദ്ധിമുട്ട് പലവിധ കാരണങ്ങൾ കൊണ്ട് തോന്നുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ക്ലാസ്സിനെ വീഡിയോ ആയിട്ട് തന്നെ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാം. നിങ്ങൾ ആ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാം. അതല്ല എങ്കിൽ നമ്മൾ ഈ കാണുന്നത് പോലെ നമ്പറിൽ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടതിന് ശേഷം കൂടുതൽ അറിയണം, കൂടുതൽ പഠിക്കണം, സംശയമുണ്ട്, ക്ലാരിറ്റി വേണം, അങ്ങനെയുള്ളവർക്ക് ഈ നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ചെയ്യാൻ പറ്റുന്നതാണ്. ഒപ്പം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 1-to-1 ഒരു ടച്ച് കിട്ടും. ഒപ്പം തന്നെ ഓരോരുത്തർ ഇത് ഫോളോ ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ആൾക്കാർ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെയാണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ 1-to-1 സംസാരിക്കുമ്പോൾ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുമില്ലാതെ നമുക്കത് ചെയ്തു പോകാൻ പറ്റും എന്നാണ് ഒരു തോന്നൽ. സോ ദാറ്റ് ഇത് ഒരു വീഡിയോ ക്ലാസ് ആയിട്ട് തന്നെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ വൺസ് നമ്മൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ പഠിക്കണം എന്നാവശ്യപ്പെട്ട് കമൻറ്റ് ചെയ്തവർ തന്നെ ഒരു 50 പേര് കൂടുതൽ എന്തായാലും ഇപ്പോൾ ഉണ്ട്. വ്യത്യസ്ത സമയങ്ങളായിരിക്കും അവർക്ക് അവൈലബിലിറ്റി ഉണ്ടാകുക. സോ ദാറ്റ് നമ്മൾ ഈ വീഡിയോ അവർക്ക് ഇഷ്ടമുള്ള സമയത്തും ഇഷ്ടമുള്ള അത്രയും തവണയും കണ്ട് അത് പഠിച്ചെടുക്കാനൊരു എളുപ്പമാർഗ്ഗം ഉണ്ടാകും. സോ ദാറ്റ് ആ രീതി ചെയ്യാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവാം. തീർച്ചയായിട്ടും വിളിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വരും ദിവസങ്ങളിലും നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു തന്ന ഈ സപ്പോർട്ടും റെസിസ്റ്റൻസും എങ്ങനെ കണ്ടെത്താം, ദാറ്റ് മീൻസ് ഓർഡർ ബ്ലോക്കുകൾ എങ്ങനെ കണ്ടെത്താം, അതിനെപ്പറ്റി കൃത്യമായി ഇനി വരുന്ന വീഡിയോകളിൽ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. നമുക്ക് പതുക്കെ ആരും ധൃതി വെക്കേണ്ടതില്ല. കുറച്ച് ക്ഷമ കൊടുത്ത് ടൈം കൊടുത്ത് പതുക്കെ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് സുഖകരമായിട്ട് ഇതിനകത്ത് മുന്നിലേക്ക് പോകാൻ പറ്റും. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ. താങ്ക് യു.